ഹേയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെയിമിംഗ് വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ഈ ഫുട്ബോൾ 2025 ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരുടെയും ഡൗട്ടാണ് ഈ ഫുട്ബോൾ 2025 എന്നാണ് റിലീസാവുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ന്യൂ ഫീച്ചേഴ്സായിട്ട് വരിക എന്നുള്ളതൊക്കെ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഫുട്ബോൾ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ ഈ ഫുട്ബോൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഫുട്ബോൾ 2025 എന്നായിരിക്കില്ല 2025 വരാൻ പോകുന്ന ഈ ഫുട്ബോളിൻ്റെ നെയിം. ഈ ഫുട്ബോൾ 4.00 അങ്ങനെയാണ് ഈ ഫുട്ബോൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ളൊരു മാറ്റം അവർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഫോണുകളിൽ സപ്പോർട്ടാവുകയില്ല എന്നൊക്കെ അറിയുന്നുണ്ട്. അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അതിന് ഇപ്പോൾ കൊണാമി അറിയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ മിഡ് ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്ക്രീൻ കൊടുക്കാം, അവർ തന്ന ഒരു വിവരമാണ് ഞാൻ സ്ക്രീനിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സെപ്റ്റംബർ മിഡ് ആകുമ്പോഴേക്ക് വരുമെന്നൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ്റനൻസൊക്കെ ഒരാഴ്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഗെയിമാണ് ഇപ്പോൾ ചില ഫോണുകളിലൊന്നും അത് വർക്കാവില്ല. 2 GB 4 GB ഒക്കെ ഉള്ള റാമുള്ള ഫോണിൽ മാത്രമേ അത് വർക്കാവൂ. 3.5 GB സൈസുള്ള ഒരു ഗെയിമാണ് കൊണാമി ഈ തവണ കൊണ്ടുവരാൻ പോകുന്നത്. സെപ്റ്റംബർ മിഡ് എന്നാണ് ഇപ്പോൾ കൊണാമി അറിയിച്ചിട്ടുള്ളത്. ഞാൻ സൈറ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ മിറർ ചെയ്യുന്നത്. അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ കൊണാമി ഇപ്പോൾ വരുത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് കോൺട്രാ റിന്യൂവലിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഈ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും കൂടി ഇതിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കൊണാമി ഇപ്പോൾ പറയുന്നത് കോൺട്രാ റിന്യൂവൽ, അത് 60 ഡേയ്സ് 10 ഡേയ്സിൻ്റെ കോൺട്രാ റിന്യൂവൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഫുട്ബോളിൽ. അപ്പം ഈ കൊണാമി ഇപ്പോൾ പറയുന്നത് കോൺട്രാ റിന്യൂവലിൻ്റെ 60 ഡേയ്സിൻ്റെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിക്കിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10 ഡേയ്സിൻ്റെ 6 കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിക്കിന് കിട്ടും. 10 ഡേയ്സിൻ്റെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആ പെനാൽറ്റി കിക്കിൽ മാത്രമാണ് 60 ഡേയ്സിൻ്റെ ആ ഒരു കോൺട്രാ റിന്യൂവൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കിട്ടാൻ നമുക്ക് പാടാണ്. നിങ്ങളുടെ കയ്യിലുള്ള 10 ഡേയ്സിൻ്റെ ആണ് ഇപ്പോൾ പ്ലേയേഴ്സിനെയൊക്കെ എല്ലായിടത്തും കാണാൻ ചാൻസ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമുക്കിപ്പോൾ എപ്പിക്ക് കാർഡ് അതുപോലെ തന്നെ ബേസ് കാർഡൊക്കെ റിലീസ് ചെയ്യുമ്പോൾ 10 ഡേയ്സിൻ്റെ കോൺട്രാക്റ്റുകളൊക്കെ നിങ്ങളൊന്ന് റിലീസ് അങ്ങനെ കൂട്ടി വെച്ച് ചെയ്ത് കളഞ്ഞ കോൺട്രാക്ട്. അപ്പോൾ 6 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിക്കിന് ചാൻസിലായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം, ഫ്രീ ട്രൈ ചെയ്യാം. ഇപ്പോൾ 60 അങ്ങനെ നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിൽ 10 ഡേയ്സിൻ്റെ 6 കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ചാൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ എത്ര വേണമെങ്കിലും അത് കൂട്ടി വെച്ചുണ്ടാക്കുക. ചാൻസ് ഡീലാണ്. എപ്പിക് പ്ലേയേഴ്സിനെയാണ് കൊണാമി അടുത്ത വർഷം ഈ ഫുട്ബോൾ വേർഷൻ 4.0.0 കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുക. എനിക്ക് പറയാനുള്ളത് കോൺട്രാ റിന്യൂവലിൻ്റെ ആ ഒരു 10 ഡേയ്സിൻ്റെ കാർഡ് നിങ്ങൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓൾഡ് എപ്പിക്, അതായത് 2018, 20, 22 അതിലൊക്കെ ഉള്ള പ്ലേയേഴ്സിൻ്റെ കാർഡ് ഉണ്ടാവുമല്ലോ, എപ്പിക് പ്ലേയേഴ്സൊക്കെ, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് 10 ഡേയ്സിൻ്റെ കോൺട്രാ റിന്യൂവലിൻ്റെ കാർഡ് കിട്ടും. അങ്ങനത്തെ 6 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു ചാൻസിൽ ചെയ്യാമെന്നാണ് കൊണാമി പറയുന്നത്. ഞാൻ ഓൾഡ് പ്ലേയേഴ്സ് എന്ന് മീൻസ് ഞാൻ ഈ സ്ക്രീനിൽ മിറർ ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിലുള്ള ആൾക്കാരൊക്കെ റിലീസ് ചെയ്യുക. അല്ലാതെയും കിട്ടും. അതായത് നമുക്കിങ്ങനെ മന്ത്ലി ആയിട്ട് വരുന്ന കാർഡുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ റിലീസ് ചെയ്യുക. വേണ്ടാത്ത പ്ലേയേഴ്സിനെ മാത്രം റിലീസ് ചെയ്യുക. എല്ലാ പ്ലേയേഴ്സിനെയും റിലീസ് ചെയ്യരുത് എപ്പിക്ക് കിട്ടൂ എന്ന് വിചാരിച്ച്. കുറച്ച് എന്നാലും എപ്പിക്ക് കിട്ടുമെന്നാണ് കൊണാമി പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇങ്ങനെയാണ് കൊണാമി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൊണാമി ഇപ്പോൾ പറയുന്നത്
ലാർജ് ആയിട്ടുള്ളൊരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഈ ഫുട്ബോൾ വേർഷൻ 4.0.0 കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ഒരാഴ്ചയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. മിക്കവാറും ഗെയിം എന്തായാലും ഓപ്പൺ ആക്കാനൊന്നും കഴിയില്ല. ഒരാഴ്ചത്തെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ കുറച്ച് ലാർജ് സൈസുള്ള ഒരു ഗെയിമിങ് കൂടി ആയിരിക്കും ഈ ഫുട്ബോൾ അടുത്ത വർഷത്തേക്കുള്ള കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൊണാമി ഒരു സസ്പെൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കോൺട്രാ റിന്യൂവലിൻ്റെ ആ ഒരു കാർഡ് തന്നെ, ആ ഒരു സംഭവം തന്നെയാണ്. സോ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് താഴെ അറിയിക്കുക. സോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക മാക്സിമം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സിനാൻ, ഈ ഫുട്ബോൾ. ബൈ.